ഹലോ ഗായ്സ്, എൻ്റെ ഫസ്റ്റ് എവർ യൂട്യൂബ് വീഡിയോ ആണ്. ചാനലിൻ്റെ പേര് ഇറ്റോറി ടോക്ക് എന്നാണ്. ഇറ്റോറി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ഇതിൽ നമ്മൾ ബേസിക്കലി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള പൊന്നോ ഈ വീഡിയോ എടുക്കാനായിട്ട് എത്രമാത്രം മാറണം. നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ചാനലിൻ്റെ പേര് ഇറ്റോറി ടോക്ക് എന്നാണ്. ഇതിൽ നമ്മൾ മോസ്റ്റ്ലി പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമായിരിക്കും. പിന്നെ കുറേ തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശമുണ്ട്. എക്സ്പെരിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് നിതിൻ എന്നാണ്. എനിക്ക് 24 വയസ്സാണ്. അപ്പോൾ ലൈഫിൽ നമ്മൾ കുറേ പോയിന്റിൽ സ്റ്റക്കാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് തേങ്ങയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ, നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്നൊക്കെ നമുക്ക് സംശയംസ് വരില്ല. അപ്പോൾ ആ സംശയംസ് തീർക്കാനായിട്ടുള്ള നമ്മൾ ഇതിലൂടെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു യങ്സ്റ്ററിൻ്റെ ലൈഫിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാം എന്നതാണ്. പോവാണ് ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ടാവാം. ഡെയിലി നമ്മൾ ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. മോസ്റ്റ്ലി ആദ്യത്തെ വീഡിയോസൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ മോർ ഓർ ലൈക്ക് നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമായിരിക്കുമല്ലോ. ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന ടൈമിൽ നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നായിരിക്കും. ഈ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫിൽ തന്നെ ചിലപ്പോൾ നമ്മൾ പണി പാളിപ്പോവും. അതേപോലെയാണ് ഒരു ക്യാമറയും ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് നോക്കിയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇത്തരത്തിൽ വീഡിയോയും പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളല്ല. ആദ്യമായിട്ടുള്ള ഒരു പരീക്ഷണമാണ്. അടിപൊളിയായിട്ട് വരുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ചെയ്യുന്നതാണല്ലോ അതൊക്കെ. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് പറഞ്ഞ വെച്ച് നമുക്ക് നോക്കിയുമ്പോൾ കണ്ടൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ പറഞ്ഞാൽ ക്യാമറയിൽ നോക്കിയിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. എന്നെപ്പോലത്തെ ഒരാൾക്ക് ഈ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പല കഴിവുകളുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അതിൽ ഈ സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കുക, എന്തെങ്കിലും പ്രസംഗം വായിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ എണീപ്പിച്ച് എടുത്തിട്ട് ബുക്കൊക്കെ വായിക്കാൻ പറയുക, അന്നേരമൊക്കെ വിൽക്കണൊക്കെ ആൾക്കാരുണ്ടല്ലോ, എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ. അതേപോലത്തെ ഒരു മെമ്പറാണ് ഞാൻ. പക്ഷേ ഇതെൻ്റെ ഒരു സെക്കൻഡ് ലൈഫാണ്. പല തരത്തിലുള്ള ടാസ്കും കിട്ടി ഒരു പുതിയ തുടക്കത്തിലേക്കൂടെ നമ്മൾ പോകണതാണ്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെറ്റാവും എന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ടെസ്റ്റിംഗ് കൂടിയാണിത്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുക, ഇതിൽ സംസാരിക്കുക, ഇതിൽ വീഡിയോസ് ചെയ്യുക, അതൊക്കെ പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ കുറച്ച് പേരോടൊക്കെ അങ്ങനെ പറഞ്ഞായിരുന്നു എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ. അപ്പോൾ നമ്മളോട് ഒരു ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു മോനെ 10 മണിക്ക് പോയാൽ പോരെ, ഇതൊക്കെ നിനക്ക് സെറ്റാവുമോ? നിനക്ക് കുറച്ചുകൂടി വേറെ ഫീൽഡിലൊക്കെ ആണല്ലോ കഴിവ്, ആ കഴിവുള്ള ഫീൽഡിൽ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കഴിവുള്ള ഫീൽഡ് ഏതാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ആണല്ലോ നമ്മൾ തുടങ്ങിയേക്കണേ. നമുക്ക് തന്നെ സംശയമാണ് ഏത് ഫീൽഡാണല്ലോ നമുക്ക് കഴിവുള്ളത്, ഏത് ഫീൽഡാണ് തിരഞ്ഞെടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. ആൾക്കൊരു ലൈഫാണേ ഉള്ളൂ. അപ്പോൾ ഇത്തിരി പോകുന്ന ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള പരിപാടി ചെയ്യാൻ പറ്റിയില്ലാതെ കുറേ വർഷം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ റിഗ്രറ്റ് അടിച്ച് ഷോക്കാവില്ല. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു മാർഗം കൂടിയാണത്. അതായത് ഇഷ്ടമുള്ളത് എക്സ്പെരിമെൻ്റ് ചെയ്യുക, ഇഷ്ടമുള്ളത് ചെയ്തു നോക്കുക, ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു നോക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം
നമുക്ക് സെറ്റായിട്ട് വരും. അതിൻ്റെ കൂടെ തന്നെ അതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി ഒരു മോട്ടിവേഷൻ ഇൻസ്പിറേഷനൊക്കെ ആവുമല്ലോ. കാരണം എൻ്റെ പ്രായമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ലൈഫിൽ പല പല കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും പല ലിമിറ്റേഷൻസ് കാരണം ഇവരൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പരീക്ഷിച്ച് പോലും നോക്കാനായിട്ട് നിൽക്കാറില്ല. എനിക്ക് പക്ഷേ അതിനുള്ള ടൈം കിട്ടി, അല്ലെങ്കിൽ അതിനുള്ള ടൈം ഞാൻ കണ്ടുപിടിച്ചിട്ട് അത് ചെയ്തു നോക്കണതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഏതെങ്കിലും രീതിയിലൊരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ഇൻസ്പിറേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് അടിപൊളിയായിരിക്കില്ല. കാരണം നമ്മളെ കുറിച്ചിട്ടുള്ള പറയാം, കാരണം എൻ്റെ വീഡിയോ കണ്ട് കൊള്ളാട്ടാ, എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊരു വല്ലാത്ത ഫീലാണ്. കാരണം നമ്മൾ ചെറിയ 1-2 വീഡിയോസൊക്കെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു മാര എക്സ്പെക്റ്റേഷനൊക്കെ ആയിട്ടായിരിക്കും നമ്മളിരിക്കുക. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടും ഒരു ലൈക്ക് ഒരു കമൻ്റ് പോലും കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. പിന്നീട് നമ്മൾ പല ആൾക്കാരെ കാണുമ്പോഴേക്കും ചിലവരൊക്കെ നമ്മളോട് വന്നിട്ട് പറയും, എടാ നീ ഇത് ചെയ്ത് അടിപൊളിയായിരുന്നല്ലോ, നിനക്കത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചിലവർ പറയണ കേൾക്കുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അവരാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. അപ്പോൾ ഞാനപ്പോൾ എന്നെക്കുറിച്ച് ചെറുതായിട്ട് പറയാം. എൻ്റെ പേര് നിതിൻ രാജ് എന്നാണ്. നിതിൻ രാജ്. എൻ്റെ ഒരു തൃപ്പൂണിത്തുറയാണ്. എഞ്ചിനീയറിങ് പഠിച്ചിട്ടുണ്ട്. EEE ആണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലമൊക്കെ വർക്കൊക്കെ ചെയ്ത് നോക്കി, പക്ഷെ സെറ്റാവണില്ല. പിന്നെ ഇഷ്ടമുള്ള ഇതേപോലെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് നോക്കി. അതിൽ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴും ഇത് കൊള്ളാമെന്നൊക്കെ തോന്നും. കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മളത് മനസ്സിലാകും, ഇത് നമ്മുടെ ഫീൽഡല്ല, ഇതല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ 1-2 അതേപോലെ ട്രൈ അടിച്ച് നോക്കി. അപ്പോൾ ബാക്കിയുള്ള ട്രൈ അടിച്ച് നോക്കണ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടാണെങ്കിൽ എനിക്കെടുത്ത് നോക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കാണാം. പിന്നെ അതിലൂടെ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി, എന്തെങ്കിലും നല്ല കാര്യം നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ടാസ്ക് കുഴിയിൽ വീണ് പണി തോന്നുന്നു. പിന്നെ നമ്മൾ ഈ ചാനലിൽ മോസ്റ്റ്ലി പോസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇൻട്രാക്ഷൻസ്, ഓരോരുത്തരായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഓരോ തോട്ട്സ്, പിന്നെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ്. ഇൻഫോർമേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും. എൻ്റർടൈൻമെൻറ്റാണ് നമ്മുടെ മെയിൻ. എൻ്റർടൈൻമെൻറ്റിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ്. ഞാൻ ഈ ഫുഡ് കഴിക്കാനിരിക്കുന്ന ടൈമിലൊക്കെ ഇല്ലേ, ഫുഡ് കഴിക്കാനിരിക്കുന്ന ടൈമിൽ നമ്മളിങ്ങനെ മൊബൈൽ നോക്കി യൂട്യൂബിൽ കയറി നോക്കി കഴിഞ്ഞിട്ട് അതിൽ ഏതെങ്കിലും വീഡിയോസ് വെച്ചിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് വീഡിയോസ് തപ്പും. അപ്പോൾ വീഡിയോസ് തപ്പണ സമയത്ത് തപ്പി ഒരു 10-15 മിനിറ്റ് വീഡിയോസ് തന്നെ തപ്പിക്കൊണ്ടിരിക്കും. നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മെച്ചം, എന്തെങ്കിലും ഒരു പുതിയ അറിവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഇൻഫോർമേഷനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസും കൂടി ആണെങ്കിൽ അടിപൊളിയാണല്ലോ. പക്ഷേ എല്ലാ തവണ തപ്പി നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന സഞ്ചാരത്തിലാണ്. അപ്പോൾ അത് സഞ്ചാരം വയ്ക്കും, എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കും. അപ്പോൾ ഞാൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന ടൈമിലല്ലേ വെച്ചിട്ട് നമ്മുടെ വീഡിയോസ് കാണാൻ തന്നെ. അപ്പോൾ അവർക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റും കിട്ടണം, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇൻഫോർമേഷൻസും, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അവർക്ക് എന്തായാലും അതിൽ നിന്ന് കിട്ടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും മോസ്റ്റ്ലി നമ്മൾ ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അതായത് കുറച്ച് നാൾ മുമ്പ് ചെറിയൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ചെറുതല്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ വണ്ടി ഇടിച്ച് നമുക്ക് നല്ല കലക്കം പണി കിട്ടി. സീരിയസ് ആയി ICUയിൽ പോയി, MICUയിൽ പോയി. അവിടെ കയറി ഇറങ്ങാത്ത ഒരു മെഷീനില്ല, കാണാത്ത ഡോക്ടർമാരില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തൂല. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളിങ്ങനെ
റിവൈൻഡ് ചെയ്ത് ആലോചിക്കും, നമ്മളെന്താണ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളാരാണ്, നമുക്ക് എന്ത് ആണ് ഇനി അടുത്ത നെക്സ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ലൈഫിൽ അത്തരത്തിലുള്ളൊരു ഡ്രാസ്റ്റിക്കായിട്ടുള്ളൊരു ചേഞ്ച് വന്ന സമയത്ത് നമ്മൾ ഇതുവരെ ആലോചിക്കാത്ത പല കാര്യങ്ങൾ ആലോചിച്ചു പോകും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഷാമിലിങ്ങനെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ അതിൽ ഒരു റീലിൽ നമ്മൾ കണ്ടതാണ്, നമുക്ക് എന്തെങ്കിലും ലോസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നൊരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മളതിൽ പുതിയ ബെറ്റർമെൻറ്റ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക, അതിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക, അതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ബാക്ക് ഓൺ ട്രാക്കിലാവും, നമ്മൾ സെറ്റാവും എന്നാണ് ആ റീലിൽ കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ച സമയത്ത് അത് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് നമ്മുടെ ഒരു മോട്ടിവേഷൻ. ലോസ്റ്റ് ആയ ടൈമിൽ നമ്മളെങ്ങനെ ഒരു വഴി കണ്ടുപിടിക്കും, എങ്ങനെ നമ്മൾ പുതിയ കാര്യത്തിലോട്ട് പോകും, എങ്ങനെ ഒരു മോട്ടിവേഷൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ പൊട്ടൻഷ്യൽ എന്തോരമാണ്, നമ്മുടെ കെപ്പബിലിറ്റി എന്തോരമാണെന്നൊക്കെ നമുക്ക് തന്നെ ഡൗട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ പതറരുത്, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം, പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അതൊക്കെയാണത്. പിന്നെ കുറേ പരിപാടികൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യണമെന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ മുമ്പ് നമ്മുടെ ഒരു ട്രൂ സെൽഫ് റിവീൽ ചെയ്യാനൊക്കെ മുമ്പ് നമ്മൾ കുറച്ച് നേരം നമുക്ക് തന്നെ പിടികിട്ടാത്ത ഒരു രൂപത്തിലേക്കൂടെയും ഭാവത്തിലേക്കൂടെയൊക്കെ സഞ്ചരിച്ചെന്നിരിക്കും. അത്തരത്തിലുള്ള ഒരു സഞ്ചാരമാണ്. നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തേക്കൂടെ ഉള്ള കുറച്ച് സ്ഥലങ്ങളിലേക്കൂടെ നടക്കുന്നതാണ്. വീട്ടിൽ തന്നെ ഇരുന്ന് ഇതേമാതിരി വീഡിയോ എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചടങ്ങ് പിടിച്ച പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുതിയൊരു മാറ്റം സംഭവിക്കണമെന്നുണ്ടെങ്കിലില്ലേ, നമുക്ക് ആദ്യമായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ പ്രസൻസ്, അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുക എന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്തെങ്കിലും പുതിയ കാര്യം എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ടാസ്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് കാറ്റ് കൊള്ളാം, കുറച്ച് ആൾക്കാരെ കാണാം, പിന്നെ അവരോട് നമുക്ക് സംസാരിക്കാം, പുതിയ ഐഡിയാസ് കിട്ടും. അതൊക്കെയാണ്. ഞാൻ പിന്നെ ഒരു സംഭവം കാട്ടിത്തരാം. ഈ കുളമാണ്, മൈ ഗോഡ്. വേണ്ട, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലോ കുളമാണ്, വൈബ് കുളമാണ്. ഇതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടാസ്ക് പിടിച്ച സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടെ ആരും അങ്ങനെ കുളിക്കാൻ വരാറില്ല. കാരണം അടുത്തരാം, വൺ സെക്കൻഡ്. ഓ അതല്ലട്ടോ, ഈ കാണുന്നുണ്ടോ, ഇത് പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ ഡോഗിനെ ട്രെയിൻ ചെയ്യുന്ന സെൻറ്ററൊക്കെയാണ്, പോലീസ് ഗ്രൗണ്ടാണ്. അതാണ് ഈ കാണുന്ന. അടുത്തരാം, സൂം ചെയ്യാം. ഈ നീല ബിൽഡിംഗ് ഉണ്ട്, അതൊരു പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷൻ അവരുടെ ക്വാർട്ടേഴ്സ്, പിന്നെ പല ട്രെയിനിങ് പരിപാടികളൊക്കെ നടക്കുന്ന സാധനമാണ്. അപ്പോൾ ഇവിടുത്തെ പോലീസുകാർ വന്നിട്ട് ഈ കുളത്തിൽ ചാടിയിട്ട് അവർ നീന്തും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ കുളത്തിൽ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട്, ഈ കരയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന പുള്ളി വെള്ളത്തിൽ വീണിട്ട് നിർഭാഗ്യവശാൽ പുള്ളി ഡെഡായി. പിന്നെ വേറൊരു കാര്യം, ഇതേപോലെ വീഡിയോ ചെയ്യണമെന്നും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻ്റായിട്ട് ചെയ്യണമെന്നും എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ആഗ്രഹമുള്ള ആൾക്കാർക്ക്
പറ്റുന്ന മെയിൻ പ്രോബ്ലം എല്ലാവർക്കും അറിയാം. ഒരു പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കും. ഫസ്റ്റ് വീഡിയോയിൽ തന്നെ നമ്മൾ ഏറ്റവും കലക്കം സാധനമായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കും. ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇതേപോലെ വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് ലേറ്റായത്. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തതാണ്. നേരത്തെ ഇതേപോലെ തോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ പെർഫെക്ഷൻ നോക്കും. ഇങ്ങനെ വേണം, അങ്ങനെ വേണം. നമ്മൾ ഒരു പ്രോപ്പറായിട്ട് ആൾക്കാരൊക്കെ വ്യൂ കിട്ടണം, ആൾക്കാരൊക്കെ കൈയടിക്കണ രീതിയിൽ വീഡിയോ ചെയ്യണം എന്നൊക്കെയാണ് നമ്മളെ ആഗ്രഹം. പക്ഷേ ഇതിന് കുറച്ച് സമയമെടുക്കും. ഇത് ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല. അങ്ങനത്തെ ഒരു സ്കീം തന്നെയാണ്. ശരിയാവുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്, ഒരുപാട് എഫോർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എഫോർട്ട് ഇട്ട് ഇങ്ങനെ നിൽക്കണ ആൾക്കാർക്ക് ചിലപ്പോൾ ബമ്പറടിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയലിൽ എങ്ങനെയാണ് അങ്ങനെ തന്നെ കുറച്ച് എക്സ്പോസ് ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷെ എല്ലാവർക്കും ഇതേപോലെ മാസ്ക് ഇടണം, അവരെ ബെറ്ററായിട്ട് പോർട്രേ ചെയ്യണം, അവരെ ബാക്കിയുള്ളവർ കുറ്റം പറയരുത്, ഒരു പ്രോബ്ലം പറയരുത്, അടിപൊളി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൈയടിക്കണം. അതാണ് എല്ലാവരുടെ ആഗ്രഹം. അപ്പം അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലരും ചെയ്യാതിരിക്കണം. അപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ എൻ്റെ ഏറ്റവും ശോകം സ്റ്റേറ്റാണ്. അപ്പോൾ ഏറ്റവും ശോകം സ്റ്റേറ്റിൽ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലക്കനായി വരണം, സെറ്റായിട്ട് വരണം. ചുമ്മാ പൊളിയായിട്ട് വീഡിയോസൊക്കെ ചെയ്യണം, ആൾക്കാരെ ഇൻസ്പയർ ചെയ്യണം, ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യണം, ആൾക്കാർക്ക് നല്ല കലക്കൻ ഇൻഫോർമേഷൻസ് കൊടുക്കണം, നല്ല സെറ്റായിട്ടുള്ള കണ്ടൻറ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പണിയെടുക്കും, പറ്റാവുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യും, സെറ്റായിട്ട് വരും. കഴിഞ്ഞ ചെറിയൊരു കോട്ടമുണ്ട്, അത് നമ്മൾ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് സംഭവിച്ചൊരു ടാസ്ക്കാണ്. കുറച്ച് സമയം എടുക്കും, ഫിസിയോ ഒക്കെ ഉണ്ട്. നമുക്ക് ശോകം സീനാണ്. അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അതിന് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാനുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് മെയിൻലി സംസാരിക്കാനായിട്ടുള്ളത്. പിന്നെ ഞാൻ വേറൊരു കാര്യം ആലോചിച്ച്, അതായത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ സംസാരിക്കുന്ന, നല്ല കലക്കനായിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ തക്കേന്നൊരു ഡിസിഷൻ എടുത്ത് ഇന്ന് ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്യാം, ഇന്ന് തന്നെ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പ്രിപ്പറേഷനും ഇല്ല, ഒരു രീതിയിലുള്ള പ്ലാനിങ്ങും ഇല്ലാതെ ആണ് നമ്മൾ തുടങ്ങണത്. ക്യാമറയിൽ നോക്കിയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചടങ്ങ് പരിപാടിയാണ് കേട്ടോ. ക്യാമറയിൽ നിന്നൊക്കെ നിൽക്കുക. ഈ ആൾക്കാരൊക്കെ എങ്ങനെയാണ് മോനെ ഇതൊക്കെ ചെയ്യണമെന്ന് ഇപ്പോഴാണ് വണ്ടറാണ്. എന്ത് എനർജറ്റിക്കായിട്ട് എന്ത് സെറ്റപ്പായിട്ടൊക്കെയാണ് വീഡിയോ ആണ്. നമുക്കും അതേപോലെയൊക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് അതേപോലെയൊക്കെ സെറ്റപ്പ് സാധനം ചെയ്യണം. അപ്പോൾ അരമണിക്കൂറൊന്നും സംസാരിക്കാനായിട്ട്, കണ്ടിന്യൂസ് സംസാരിക്കാനായിട്ടുള്ള ആൾ നമ്മളായിട്ടില്ല. ഭാവിയിൽ നമ്മളാവും. ഭാവിയിൽ നമ്മൾ അരമണിക്കൂർ കണ്ടിന്യൂസ് ടോക്ക് ചെയ്യുന്ന, കണ്ടിന്യൂസ് എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യും. അത്തരത്തിലുള്ള ഓഡിയൻസിനെ നമ്മളെ അട്രാക്ട് ചെയ്യിപ്പിക്കും എന്നൊക്കെയാണ് പറയാനുള്ളത്. ഇനി എന്തൊക്കെയോ മനസ്സിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ട്. മനസ്സിനുള്ള ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തേട്ട് വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. അടുത്തടുത്ത വീഡിയോകളിൽ ബെറ്റർമെൻറ്റ് വരുന്നതാണ്. അടുത്തടുത്ത വീഡിയോകളിൽ പുതിയ സെറ്റപ്പ് സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടല്ല വീഡിയോസ് ഉണ്ടാക്കണം, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനായിട്ടാണ് വീഡിയോസ് ഉണ്ടാക്കുന്നത്. അതിൽ ചിലപ്പോൾ കുറച്ച് പോർഷൻസ് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലിടും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്നും ക്ഷമയില്ല. ആൾക്കാർക്കൊക്കെ നല്ല മാരക എഡിറ്റിങ്ങും പരിപാടികളും നല്ല ഹുക്കും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസാണ് ആൾക്കാർക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുകയില്ല. എന്തെങ്കിലും കോറായിട്ട് നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കണ്ടൻറ്റ് നമ്മൾ